അടുത്തതായിട്ട് നമ്മൾ കടക്കുന്നത് NCERT ബുക്കിലുള്ള ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം വെരി ഫസ്റ്റ് ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്ററിലെ NCERT എക്സസൈസസ് NCERT ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളുടെ കോൺസെപ്റ്റ് ലേണിംഗ് എത്രത്തോളം ക്ലിയർ ആണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺസെപ്റ്റ് ലേണിംഗ് തറോ ആണോ ക്ലിയർ ആണോ എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ വേണ്ടി നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. സോ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടെ ഓരോ വാല്യൂസും കണ്ട് അത് ബുക്കിൽ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. വാട്ട് ഈസ് ദ കൊളംബിയൻ ഫോഴ്സ്? ആദ്യത്തെ എക്സസൈസ് 1.1 ആണ് നമ്മൾ ചെയ്യുന്നത്. 1.1 എക്സസൈസ് 1.1 അതിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. വാട്ട് ഈസ് ദ കൊളംബിയൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ്ഡ് സ്ഫിയേഴ്സ് ഹാവിംഗ് ചാർജസ് ഓഫ് 2 into 10 raised to negative 7 coulomb and 3 into 10 raised to minus 7 coulomb placed 30 centimeter apart in air. So, question വായിക്കുന്നു. What is the Colombian force? So, Colombian force between two stationary point charges in air or vacuum. നമുക്ക് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 1/4πε0 q1 q2 by r square. ഇവിടെയുള്ളത് രണ്ട് സ്ഫിയറുകളാണ്, 2 small spheres. സോ എക്സ്പ്ലനേഷൻ സൈഡിൽ ഞാൻ 2 സ്ഫിയറുകൾ വരയ്ക്കുന്നു. 2 സ്ഫിയറുകൾ. അവയുടെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തേൻ്റെ ചാർജ് 2 into 10 raised to minus 7 coulomb എന്ന് തന്നിരിക്കുന്നു. രണ്ടാമത്തേൻ്റെ 3 into 10 raised to minus 7 coulomb എന്ന് തന്നിരിക്കുന്നു. 2 സ്ഫിയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് സെൻറ്റിമീറ്ററിലല്ല SI യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ 0.3 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് കാണേണ്ടത്. ശ്രദ്ധിക്കൂ, ഇത് പോസിറ്റീവ് ചാർജ്, ഇത് പോസിറ്റീവ് ചാർജ് നമുക്ക് തന്നിരിക്കുന്നതനുസരിച്ച്. സോ ലൈക്ക് ചാർജസ് ആണ് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ആണ്, അഥവാ റിപ്പൽസീവ് ഫോഴ്സ് ആണ് അവരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. കണ്ടുപിടിക്കാം നമുക്ക്. F equal to 1/4πε0 q1 q2 by r square. That's equal to എന്ത് വേണം? 1/4πε0. നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ 9 into 10 raised to 9 into 10 raised to 9 into q1 എന്ന് പറഞ്ഞാൽ 2 into 10 raised to minus 7 into q2 എന്ന് പറഞ്ഞാൽ 3 into 10 raised to minus 7 divided by r square 0.3 square. That's equal to 0.3യുടെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് 10 raised to 9 ഉണ്ട്, 10 raised to അപ്പോൾ ഇവിടെ എത്രയായി മാറി? 10 raised to 9, 10 raised to minus 7, 10 raised to minus 7 ആഡ് ചെയ്യുമ്പോൾ 14. ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് 9ഉം 14ഉം. സോ നമുക്ക് പാരാമീറ്റേഴ്സ് തമ്മിൽ ചെയ്യുമ്പോൾ 18, 54, 9 into 2, 18 into 3 അല്ലെങ്കിൽ 3 into 2, 6 into 9, 9 into 6, 54 divided by can be written as 3 square. 9 into 10 raised to minus 3 എന്ന് എഴുതാം. സോ ഇവിടെയുള്ളത് 10 raised to 9 into 10 raised to minus 14. ഇതിനെ നമുക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടത്. 0.3 into 0.3 0.3 into 0.3 അതാണ് 0.3യുടെ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 0.09. അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 0.09നെ നമുക്ക് 10 raised to minus 2 9 into 10 raised to minus 2 എന്ന് എഴുതാം. 9 into 10 raised to minus 2 എന്ന് എഴുതാം. സോ ഇവിടെ 4 അല്ല, -14 ആണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 14ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇവിടെ നമുക്ക് 6 എന്ന് കിട്ടി. 14ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടി. ബാക്കിയിലേക്ക് നോക്കുകയാണ്. എങ്ങനെയാണ്? 9 into 10 raised to 9 into
2 into 10 raised to minus 7 into 3 into 10 raised to minus 7 divided by 0.3 square. ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കതിനെ അടുത്ത ലെവലിലേക്ക് സോൾവ് ചെയ്യാം. ആദ്യം 10ൻ്റെ പവർ ഒഴികെയുള്ള ബാക്കി നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 into 2 18, 18 into 3 54 എന്ന് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു 54 into 10ൻ്റെ പവറുകൾ 10 raised to 9, 10 raised to minus 7, 10 raised to minus 7. So answer 10 raised to 9 into 10 raised to minus 14. That divided by 0.3 square എന്ന് പറയുമ്പോൾ 9 into 10 raised to minus 2. That's equal to 54 by 9 എന്ന് പറഞ്ഞാൽ 54 by 9 എന്ന് പറഞ്ഞാൽ 6. So we get that's equal to 6 into ഇത് സോൾവ് ചെയ്യുമ്പോൾ we can get 10 raised to minus 5 അല്ലെ minus 14 9 10 raised to minus 5 ഇത് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 10 raised to 2. So final answer will be 6 into 10 raised to minus 3 Newton is the final answer. This force is repulsive. We already അത് റിപ്പൽസീവ് ആണ്. എന്തുകൊണ്ട് അത് റിപ്പൽസീവായി? ലൈക്ക് ചാർജസിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ആയതുകൊണ്ട് അത് റിപ്പൽസീവ് ഫോഴ്സ് ആണ്. സോ ആൻസർ ഈസ് 6 into 10 raised to minus 3 ന്യൂട്ടൺ. ആ രണ്ട് സ്ഫിയറുകൾക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 6 into 10 raised to minus 3 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. The electrostatic force on a small sphere of charge, ഒരു ചെറിയ സ്മോൾ സ്ഫിയർ അതിൻ്റെ ചാർജ് തന്നിരിക്കുന്നു 0.4 മൈക്രോകുളം ഡ്യൂ ടു അനദർ സ്മോൾ സ്ഫിയർ ഓഫ് ചാർജ് മൈനസ് ആണ്. ശ്രദ്ധിക്കണം, അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്, അൺലൈക്ക് ചാർജസ് ആണ്. അടുത്ത സ്ഫിയറിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 0.8 മൈക്രോകുളം ഇൻ എയർ ഈസ് 0.2 ന്യൂട്ടൺ. അപ്പോൾ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുക അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് this one is minus 0.2 Newton. So what is the distance between two sphere? അപ്പോൾ നമുക്ക് കുളംസ് ഫോഴ്സ് അറിയാം, കൊളംബിയൻ ഫോഴ്സ് അറിയാം. എത്രയാണത്? F equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. അതിൽ F തന്നിട്ടുണ്ട്, ഫോഴ്സ് ഈസ് given 1 by 4 pi epsilon 0 is a constant. We know the value. Q1 Q2 is given, but we have to find out R square. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? R square കണ്ടുപിടിക്കണം. ആർ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറ്റാം? ഈ ആർ സ്ക്വയറിന് ഇപ്പുറത്തേക്ക് എടുക്കാം, എഫ് താഴേക്ക് വരുന്നു. സോ ഇക്വേഷൻ വിൽ ബി ആർ സ്ക്വയർ ഈക്വൽ ടു 1 by 4 pi epsilon 0 Q1 Q2 by F. Q1 Q2 by F എന്നായി മാറുന്നു. സോ ദാറ്റ്സ് ഈക്വൽ ടു 9 into 10 raised to 9 into Q1. Q1 is given 0.4 മൈക്രോ കുളുംബ് എന്നാണ് തന്നിരിക്കുന്നത്. 0.4 into 10 raised to minus 6. 0.4 into 10 raised to minus 6 മൈക്രോ കുളുംബ് എന്നാണ് തന്നിരിക്കുന്നത്. ഇൻറ്റു 0.8 into 10 raised to minus 6 divided by 0.2. Force is 0.2. സോ ഇതിവിടെ നമ്മൾ മൈനസ് എടുത്തില്ല, കാരണം അറിയാലോ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടുന്നു? ദാറ്റ്സ് ഈക്വൽ ടു ആൻസർ 948. നമുക്കിതിനെ ഒന്ന് ഭംഗിയാക്കുമ്പോൾ എന്താക്കി എഴുതാം? ഇത് രണ്ടിനെയും നമുക്കൊന്ന് ഭംഗിയാക്കി എഴുതുമ്പോൾ 4 into 10 raised to minus 7 എന്നും 8 into 10 raised to minus 7 എന്നും എഴുതാം. ഒരു പോയിൻറ്റും കൂടി നമ്മൾ ഡെസിമലിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ എഴുതുന്നു. ഇതിനെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി 2 into 10 raised to minus 1 എന്നും എഴുതാം. സോ 9 into 4 into 8 ആൻസർ 8 into 4 32, 32 into 9 27 2 288 എന്ന് കിട്ടി. ബൈ 2 into 10 raised to 9 10 raised to 14 മൈനസ് 7 മൈനസ് 7 കൂട്ടുമ്പോൾ 10 raised to minus 14 എന്നാണ് വരുന്നത്. 10 raised to minus 14, ഇവിടെ 10 raised to 9. അപ്പോൾ എത്രയായി വരുന്നു? 10 raised to minus 5 into 10 raised to 1. ഈ 10 raised to 1 താഴെ നിന്ന് കയറി വന്നു. സോ ഫൈനൽ ആൻസർ വിൽ ബി, സോ ഇവിടെ നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു
288/2. ആൻസർ 288/2. ആൻസർ എന്ന് പറയുന്നത് 144. 144 ഇൻറ്റു 10⁻⁻⁴. -5-ൽ നിന്ന് 1 പോയാൽ 10⁻⁻⁴ എന്നാണ് r². സോ r ഈക്വൽ ടു √144 ഇൻറ്റു 10⁻⁻². ആൻസർ വിൽ ബി 12 ഇൻറ്റു 10⁻⁻². ആൻസർ ഈക്വൽ ടു 0.12 മീറ്റർ. ഇതിന് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 0.12 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ശ്രദ്ധിക്കണം, നമുക്ക് r² ഇങ്ങനെ കിട്ടി. r² ഈക്വൽ ടു 144 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടി. r എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കണം. √144 ഇൻറ്റു 10⁻⁻⁴ എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു 144-ൻ്റെത് 12 ആണ്. 10⁻⁻⁴-ൻ്റെത് 10⁻⁻² ആണ്. സോ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ 0.12 മീറ്റർ എന്ന് കിട്ടി. 0.12 മീറ്റർ ഈസ് ദ ഫൈനൽ ആൻസർ. ദെൻ നമുക്ക് ബി ചോദ്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ സെക്കൻഡ് സ്ഫിയർ ഡ്യൂ ടു ഫസ്റ്റ്? നമുക്കറിയാം സെക്കൻഡ് സ്ഫിയർ ഫസ്റ്റ് സ്ഫിയറിൽ കൊടുക്കുന്ന ഫോഴ്സ്. ബട്ട് വൺ തിങ് ഈസ് ക്ലിയർലി ഗിവൺ. ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? ഫസ്റ്റ് സ്ഫിയർ സെക്കൻഡ് സ്ഫിയറിൽ കൊടുക്കുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്. സെക്കൻഡ് സ്ഫിയർ ഫസ്റ്റ് സ്ഫിയറിലുള്ള ഫോഴ്സ് കാണണം. ഫസ്റ്റ് സ്ഫിയർ അപ്പോൾ എന്താ ഇത് കാണണം. ഇത് തന്നിട്ടുണ്ട്. 2 സ്ഫിയറുകൾ, ഇത് സെക്കൻഡ് സ്ഫിയർ, ഇത് ഫസ്റ്റ് സ്ഫിയറിൽ കൊടുക്കുന്ന ഫോഴ്സ് കാണണം. പക്ഷേ എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് വൺ സെക്കൻഡ് വണ്ണിൽ കൊടുക്കുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം? നമുക്ക് എന്തറിയാം? ബി ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ന്യൂട്ടൻ്റെ 3rd ലോ നമ്മൾ ഓർക്കണം. എന്താ ന്യൂട്ടൻ്റെ 3rd ലോയിൽ പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എവറി ആക്ഷൻ. സോ ഇവിടെ ബി ചോദ്യത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം F12 ഈക്വൽ ടു -F21. സോ what is the force on second sphere due to first? What is the force on the second sphere? 2-ൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഈക്വൽ ടു 0.2 ന്യൂട്ടൺ തന്നെയാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് അത് -0.2 ന്യൂട്ടൺ എന്ന് എഴുതാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. ചെക്ക് ദാറ്റ് ദ റേഷ്യോ Ke² divided by Gme into Mp, mass of electron, mass of proton, is dimensionless. അത് ഡയമെൻഷൻലെസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. Look up a table of physical constants and determine the value of ratio. What does the ratio signify? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ കാര്യം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? വളരെ സിമ്പിളാണ്. നമ്മൾ ആ റേഷ്യോ എഴുതി Ke²/Gme/Mp എഴുതി. ഇനി എന്ത് ചെയ്തു? ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്തു? r² കൊണ്ട് ഡിവൈഡ് ചെയ്തു. r² കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ന്യൂ റേഷ്യോ ഇങ്ങനെയാക്കി മാറ്റി. മുകളിലും താഴെയും ചെയ്തിട്ടുള്ളതുകൊണ്ട് പ്രോബ്ലം ഇല്ല. Ke²/r² ഡിവൈഡഡ് ബൈ Gme/Mp/r². അപ്പോൾ ഇതെന്തിൻ്റെ ഇക്വേഷനായി മാറി? ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷനായി മാറി. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൻ്റെ ഇക്വേഷനായിട്ട് മാറി. സോ Fe ഡിവൈഡഡ് ബൈ Fg എന്ന് എഴുതി. ഫോഴ്സ്, 2 ഫോഴ്സ്, റേഷ്യോ ഓഫ് 2 ഫോഴ്സസ്, റേഷ്യോ ഓഫ് 2 ഐഡൻറ്റിക്കൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത എന്താ? അതിന് ഡയമെൻഷൻ ഇല്ല. ഫോഴ്സ് ബൈ ഫോഴ്സ്, ഫോഴ്സിൻ്റെ സെയിം ഡയമെൻഷനാണ് ഇവിടെയും ഇവിടെയും. സോ രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്തു പോകുന്നു. റേഷ്യോ Ke²/Gme/Mp ഈസ് യൂണിറ്റ്ലെസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ടു ബി ഡയമെൻഷൻലെസ് ഓൾസോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിന് യൂണിറ്റ് ഇല്ല, അതുപോലെ തന്നെ ഡയമെൻഷനും ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതെന്ത് ചെയ്തു? മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും r² കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് ഇത് Fe ആണെന്നും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്നും ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്നും കിട്ടി. ഫോഴ്സ് ബൈ ഫോഴ്സ്, ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ബൈ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. സോ ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ് എന്ന് കിട്ടി. സോ 1.3-ലെ സെക്കൻഡ് ചോദ്യത്തിലേക്കാണ് നമ്മൾക്ക് പോകാനുള്ളത്. ലുക്ക് അപ്പ് എ ടേബിൾ ഓഫ് ഫിസിക്കൽ കോൺസ്റ്റൻറ്റ്സ് ആൻഡ് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ദ റേഷ്യോ. അതാണ് നമുക്ക് അറിയേണ്ടത്. ആ റേഷ്യോയുടെ
വാല്യൂ കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കെ എന്നുള്ളത് നമുക്കറിയാം 1/4πε0 ആണ്. അതിൻ്റെ വാല്യൂ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 9 × 10⁻⁹ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ദെൻ ഇ എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ ചാർജാണ് 1.6 × 10⁻⁻19 കുളുംബാണ്. ഇയുടെ സ്ക്വയർ വേണം. സോ ഈ ടേമിൻ്റെ സ്ക്വയർ കൊടുത്തിരിക്കുന്നു. ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് 6.67 × 10⁻⁻11 എന്നാണ് അതിൻ്റെ വാല്യൂ. ദെൻ മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻⁻31 ആണ്. അതും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാസ് ഓഫ് പ്രോട്ടോൺ എന്നുള്ളത് 1.67 × 10⁻⁻27 ആണ്. സോ എല്ലാം നോട്ട് ചെയ്തു. സോ നമുക്കിതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ as 2.273 × 10⁻39 എന്നുള്ളതാണ്. യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല എന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ലെക്ചറിൽ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഇവിടെ യൂണിറ്റ് ഇല്ല. ദെൻ അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. സോ ദിസ് ഈസ് ദ റേഷ്യോ. ഇതാണ് റേഷ്യോ. 2.273 × 10⁻39 ഈസ് ദ റേഷ്യോ. ഇത് തമ്മിലുള്ള റേഷ്യോ 2.273 × 10⁻39 എന്നുള്ളതാണ്. ദെൻ വാട്ട് ഡസ് ദ റേഷ്യോ സിഗ്നിഫൈ? ഈ റേഷ്യോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണം. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ദിസ് മീൻസ് ഇതെന്ത് കാണിക്കുന്നു? 1/r² ഉണ്ട്. r²/r² കട്ടായിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു പർട്ടിക്കുലർ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സമയത്ത്, ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ വാട്ടെവർ ഡിസ്റ്റൻസിലായാലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ളത് മച്ച് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാണ് ഈ റേഷ്യോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വളരെ കൂടുതൽ, മുകളിലുള്ളത് വളരെ കൂടുതൽ, താഴെയുള്ളത് വളരെ കുറവ്. അല്ലെങ്കിൽ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇത് പോയിൻ്റ് വാല്യൂവിലേക്ക് പോയേനെ. അങ്ങനെ വരാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ അനുമാനിക്കാം. അടുത്ത ചോദ്യം 1.4ലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിക്കാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇലക്ട്രിക് ചാർജ് ഓഫ് എ ബോഡി ഈസ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാർജിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചു അല്ലെ. കൺസർവേറ്റീവ് നേച്ചർ, ക്വാണ്ടൈസേഷൻ, അഡിറ്റീവ് നേച്ചർ എന്നിങ്ങനെ ചാർജിൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടാണ് ഇലക്ട്രിക് ചാർജ് ഓഫ് എ ബോഡി ഈസ് ക്വാണ്ടൈസ്ഡ്. ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ചാർജ് ഓഫ് എനി ബോഡി, ഏത് ബോഡിയുടെ ആയിക്കോട്ടെ, ചാർജ് എന്ന് പറയുന്നത് ക്യാൻ ബി റിട്ടൺ as Q. ചാർജ് ഓഫ് എനി ബോഡി ഈക്വൽ ടു സം ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ചാർജ് ഇ എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. സോ പ്ലസ് ഓർ മൈനസ് എൻ ഇ, ക്യൂ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ. ഇ ഈസ് ബേസിക് യൂണിറ്റ് ചാർജ്. ഇ എന്നുള്ളത് ബേസിക് യൂണിറ്റ് ചാർജ് ആണ്. ഇറ്റ്സ് വാല്യൂ ഈസ് 1.6 × 10⁻⁻19 കുളുംബ് എന്നാണ്. ശ്രദ്ധിക്കണം, ചാർജ് ഓഫ് എനി ബോഡി, ഏത് ബോഡി ആയിക്കോട്ടെ, ആ ബോഡിയുടെ ചാർജ് ക്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവോ നെഗറ്റീവോ ഇൻറ്റീജർ, എൻ ഈസ് ആൻ ഇൻറ്റീജർ, എൻ ഒരു ഇൻറ്റീജറാണ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻറ്റീജർ ഇൻറ്റു ബേസിക് യൂണിറ്റ് ചാർജ് ഇ. ഒരു ബേസിക് യൂണിറ്റ് ചാർജിനെ, ഈ പറയുന്ന ബേസിക് യൂണിറ്റ് ചാർജ് ഇയെ ഒരു ഇൻറ്റീജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കണം ഏതൊരു വസ്തുവിൻ്റെയും ചാർജ്. ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയണം 1 കുളുംബ് ഒരു വസ്തുവിൻ്റെ ചാർജ് ആവുമോ? 1 കുളുംബ് എന്നുള്ളത് ഒരു വസ്തുവിൻ്റെ, ഒരു ബോഡിയുടെ ചാർജായിട്ട് വരുമോ? നമ്മൾ എന്ത് ചെയ്യണം? ക്യൂ ആണ് 1 കുളുംബ്. 1 കുളുംബ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ. ഇയുടെ വാല്യൂ നമുക്കറിയാം, 1.6 × 10⁻⁻19. സോ നമുക്ക് ഇതിൽ നിന്നും 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ഈക്വൽ ടു എൻ എന്ന് കിട്ടുന്നു. ഈ എന്നിൻ്റെ വാല്യൂ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻറ്റീജർ, ഈ വാല്യൂ ഒരു പോസിറ്റീവോ നെഗറ്റീവോ ഇൻറ്റീജർ ആയിട്ട് വരികയാണെങ്കിൽ 1 കുളുംബ് എന്നുള്ളത് ഒരു ബോഡിയുടെ ചാർജാണ് നമുക്ക് പറയാം. ഇതൊരു ഡെസിമൽ പോയിൻ്റ് വരികയോ ഫ്രാക്ഷൻ വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട്
ഇറ്റ്സ് നോട്ട് ചാർജ് ഓഫ് എ ബോഡി. ദിസ് വൺ ഈസ് നോട്ട് എ ചാർജ്. അതൊരിക്കലും ഒരു ചാർജായിട്ട് വരില്ല. അതാണ് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാർജിൻ്റെ 3 പ്രോപ്പർട്ടിയിൽ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണിത്. ഇലക്ട്രിക് ചാർജ് ഓഫ് എ ബോഡി ഈസ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസേഷൻ എന്നുള്ള പ്രോപ്പർട്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. സോ നമുക്ക് 1.6 നമ്മൾ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ ശ്രദ്ധിച്ച, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യം. 4 പോയിൻ്റ് ചാർജസ് QA, QB, QC, QD are located at the vertices of a square ABCD of side 10 cm. അപ്പോൾ നോക്കൂ, ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ABCD. അതിൻ്റെ 4 കോർണറിലായിട്ട് ആരുണ്ട്? QA, QB, QC, QD. എയിൽ QA ഉണ്ടെന്ന് വിചാരിക്കുക, ബിയിൽ QB ഉണ്ട്, സിയിൽ QC ഉണ്ട്, ഡിയിൽ QD ഉണ്ട് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്തു. ഓരോന്നിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. 2 മൈക്രോ കുളുംബാണ് QA. QB എന്നുള്ളത് -5 മൈക്രോ കുളുംബാണ്. QC എന്നുള്ളത് 2 മൈക്രോ കുളുംബാണ്. QD എന്നുള്ളത് -5 മൈക്രോ കുളുംബാണ്. ഇവിടെ നമുക്കൊരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം, അത് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. QAയും QCയും ഈക്വലാണ്, QBയും QDയും ഈക്വലാണ്. മാഗ്നിറ്റ്യൂഡും ഈക്വലാണ്, അതിൻ്റെ മൈനസ് ചാർജിൻ്റെ പൊളാരിറ്റിയും ഈക്വലാണ്. QA പ്ലസ് ചാർജാണ്, QC പ്ലസ് ചാർജ് തന്നെയാണ്, QB മൈനസ് ചാർജാണ്, QDയും മൈനസ് ചാർജാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ചോദ്യം വായിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യാം. ദെൻ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ ചാർജ് 1 മൈക്രോ കുളുംബ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്തു. ABCD, QA, QB, QC, QD വെച്ചു. സെൻറ്ററിൽ QO വെച്ചു. QO എന്ന് പറയുന്ന ചാർജ് വെച്ചു. അതിൻ്റെ വാല്യൂ 1 മൈക്രോ കുളുംബാണ്. QO എന്നുള്ള ചാർജ് സെൻറ്ററിൽ വെച്ചു, 1 മൈക്രോ കുളുംബ്. സോ ഈ ചാർജും തമ്മിൽ എന്തുണ്ടാവുന്നു? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ, കുളംബിയൻ ഫോഴ്സ് ഉണ്ടാവുന്നു. ആ ഫോഴ്സ് നമുക്കറിയാം. FOA ഈക്വൽ ടു 1/4πε0 QO ഇൻറ്റു QA ഡിവൈഡഡ് ബൈ R². ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. യെസ്, എടുത്തു. അതുപോലെ ഈ QOയും QCയും തമ്മിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു റിപ്പൾഷൻ ഉണ്ടാവുന്നുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ. അപ്പോൾ അതെഴുതി. FOC ഫോഴ്സാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. FOC ഈക്വൽ ടു 1/4πε0 QO QC ബൈ R². ഇതിൻ്റെ ഡയറക്ഷൻ നോക്കൂ. ഇത് റിപ്പൾഷനാണ്, ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന റിപ്പൾഷൻ, ഇവിടെയും റിപ്പൾഷൻ. സോ FOA ഈക്വൽ ടു -FOC എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് സെയിം. എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് സെയിം ആയത്? ഇതിലാകെ വ്യത്യാസമുള്ളത് ഇവിടെ QAയും ഇവിടെ QCയുമാണ്. പക്ഷേ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ QAയും QCയും ഈക്വലാണ്. സോ നമുക്ക് പറയാം FOA ഈക്വൽ ടു -FOC. കാരണം QA ഈക്വൽ ടു നോട്ട് മൈനസ്, QA ഈക്വൽ ടു QC. QAയും QCയും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന FOAയുടെ ഈക്വലൻ്റ് ഓപ്പോസിറ്റാണ് FOC എന്ന് നമുക്ക് കിട്ടി. റൈറ്റ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഫോഴ്സും ഇങ്ങോട്ടുള്ള ഫോഴ്സും. റൈറ്റ്. ദെൻ ഇനി നമുക്ക് വേണ്ടത് ഈ QOയും QDയും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, QOയും QBയും തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അത് രണ്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കി, FOB ആരൊക്കെ തമ്മിലുള്ളതാണ്? QOയും QBയും തമ്മിലുണ്ടാവുന്ന ഫോഴ്സ്. അതെങ്ങനെയാണ്? ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. സോ ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അത് അട്രാക്റ്റീവാണ് കാരണം അൺലൈക്ക് ചാർജസ് ആണ്, നോട്ട് ലൈക്ക് ചാർജസ്. അൺലൈക്ക് ചാർജസ് ആണ് അട്രാക്ഷൻ. സോ അതിൻ്റെ വാല്യൂ 1/4πε0 QO QB ബൈ R². R² ദിസ് ഡിസ്റ്റൻസ്. എല്ലാ കേസിലും സെയിം ആണ്. ദെൻ നമ്മൾ ഇങ്ങനെ എഴുതി, അത് അട്രാക്റ്റീവ് ഇൻ നേച്ചറാണ്, അട്രാക്റ്റീവാണ്, ഫോഴ്സ് അട്രാക്റ്റീവാണ്. അപ്പോൾ ഇവിടെ FOD ഈക്വൽ ടു QOയും QDയും തമ്മിലുണ്ടാകുന്ന ഫോഴ്സാണ് FOD. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 QO QD ബൈ R². അതും എന്ത് തന്നെയാണ്? ദിസ് ഈസ് മൈനസ്, ഇത് പ്ലസ്. സോ ആ ഫോഴ്സും അട്രാക്റ്റീവ് ഫോഴ്സാണ്.
സോ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സും ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സും, അതായത് FOBയും FODയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി. സോ ഇതിനോട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് FOD എന്ന് കിട്ടി. ദെൻ നമുക്ക് വേണ്ടത്, നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ കാരണം കൊണ്ടുണ്ടാവും? ഇവിടെയുള്ള QA കാരണം കൊണ്ടൊരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, QB കാരണം കൊണ്ടൊരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, QC കാരണം കൊണ്ടൊരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, QD കാരണം കൊണ്ടൊരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഓരോന്നും എഴുതാം. A കാരണം കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് FOA, B കാരണം കൊണ്ടുണ്ടാകുന്നത് FOB, C കാരണം കൊണ്ടുണ്ടാകുന്നത് FOC, D കാരണം കൊണ്ടുണ്ടാകുന്നത് FOD. ഇനി നമുക്കതൊന്ന് സോൾവ് ചെയ്യണം. എന്താണ് പ്രത്യേകത? FO ഉണ്ട്, FOA പ്ലസ് FOB. ഓക്കെ, ഇത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ FOC എന്തിനോട് ഈക്വലാണ്? മൈനസ് FOAയോട് ഈക്വലാണ്. മൈനസ് FOAയോട് ഈക്വലാണ്. മൈനസ് FOAയോട് ഈക്വലാണ്. സോ FOCക്ക് പകരം മൈനസ് FOA എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. FOD എന്തിനോട് ഈക്വലാണ്? FOD എന്തിനോട് ഈക്വലാണ്? നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് മൈനസ് FOD FOBയോട് ഈക്വലാണ്. സോ FOD മൈനസ് ഇപ്പുറത്തേക്ക് വന്നു, മൈനസ് FOBയോട് ഈക്വലാണ്. വ്യക്തമായിട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. സോ ഫൈനൽ ആൻസർ വിൽ ബി, നമുക്ക് ഫൈനൽ ആൻസർ FO ഈക്വൽ ടു 0. വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദിസ് ചാർജ് ഡ്യൂ ടു ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ. 4 ചാർജസ് കാരണം കൊണ്ട് ടോട്ടൽ ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത് 0 ആണ്. ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ്, വാട്ട് ഈസ് ദ ടോട്ടൽ എഫക്റ്റ്? ദർ ഇസ് നോ എഫക്റ്റ്. കാരണം എഫക്റ്റ് ഉണ്ടാവുന്നതിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അപ്പുറത്ത് ഉണ്ടാവുന്നു. സോ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ, ഡയറക്ഷനിൽ ഓപ്പോസിറ്റ്. സോ ഒരൊറ്റ ബോഡിയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. സോ ദർ ഈസ് നോ എഫക്റ്റ് ഹാപ്പൻസ്. അവിടെ യാതൊരു എഫക്റ്റും ഉണ്ടാവുന്നില്ല. ദർ ഈസ് നോ ഫോഴ്സ് ഹാപ്പൻസ്. FO ഈക്വൽ ടു 0. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 1.8 ആണ് NCERT എക്സസൈസ് 1.8ലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. 2 point charges QA and QB are located 20 centimeter apart in vacuum. വാക്വത്തിൽ QAയും QBയും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. QA എന്നുള്ള ചാർജ് 3 മൈക്രോ കുളുംബാണ്. അതിനോട് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷേ പൊളാരിറ്റി മൈനസ് ആണ്. അടുത്ത QB എന്നുള്ളത് -3 മൈക്രോ കുളുംബാണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ എപ്പാർട്ട് ഇൻ വാക്വം. സോ ചോദ്യം, ചോദ്യം, അതിൽ A ചോദ്യമുണ്ട്, B ചോദ്യമുണ്ട്. നമുക്ക് ആദ്യം A ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ലൈൻ AB ജോയിനിങ് 2 ചാർജസ്? സോ നമ്മൾ AB, ഇവിടെ QA വെച്ചു, ഇവിടെ QB വെച്ചു. അത് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ കൺസിഡർ ചെയ്തു AB. അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തു. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെൻറ്റിമീറ്ററിൽ നിന്ന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. അറിയാലോ, 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0.2 മീറ്റർ ആണ്. അപ്പോൾ മിഡ് പോയിൻ്റ് എവിടെ വരിക? Aയിൽ നിന്ന് 0.1 മീറ്ററിലും Bയിൽ നിന്ന് 0.1 മീറ്ററിലും. സോ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു, മിഡ് പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. അപ്പോൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഈ പോയിന്റിൽ ആരൊക്കെ കാരണം കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്? ഈ ചാർജ് കാരണം കൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഈ ചാർജ് കാരണം കൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 Q/r² എന്നുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ECA, ഈ സിയിൽ A കാരണം കൊണ്ടുണ്ടാവുന്നു, ദാറ്റ് ഈസ് ECA ഈക്വൽ ടു K ഇൻറ്റു QA/RCA². RCA എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ECB ഈക്വൽ ടു സിയിൽ B കാരണം കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ECB ഈക്വൽ ടു K ഇൻറ്റു QB/RCB². രണ്ടിൻ്റെയും ഡയറക്ഷൻ നമ്മൾ കാണിച്ചിരിക്കുന്നു. ഡയറക്ഷൻ എങ്ങനെയാണ് നമുക്കറിയാം, പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് അങ്ങോട്ട് A to C. ECAയുടെ ഡയറക്ഷൻ
ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. ഇ സി ബിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? സിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കും എങ്ങനെയാണ് നെഗറ്റീവ് ചാർജിലേക്കുമാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഇത് എയിൽ നിന്ന് സിയിലേക്ക്, ഇ സി എയിൽ നിന്ന് സിയിലേക്ക്, ഇത് നേരെ തിരിച്ചു ഡയറക്ഷൻ നമ്മൾ നോട്ട് ചെയ്തു. നമുക്കറിയാം ക്യു എയും ക്യു ബിയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ആർ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇ സി എ ഈക്വൽ ടു ഇ സി ബി എന്ന് കൺക്ലൂഡ് ചെയ്യാം. കാരണം ക്യു എ ഈക്വൽ ടു ക്യു ബി രണ്ടും ഈക്വലാണ്. ആർ സി എ ഈക്വൽ ടു ആർ സി ബി. സോ ഇ സി എ ഈക്വൽ ടു ഇ സി ബി, റൈറ്റ്. ദെൻ ഇ സി ഈക്വൽ ടു ടോട്ടൽ ഇ സി കാണണമെങ്കിൽ ഇ സി എ പ്ലസ് ഇ സി ബി രണ്ടും കൂടെ കൂട്ടണം. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം 2 ഇ സി എ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 ഇ സി ബി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. ഇ സി എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 ഇൻറ്റു കെ ഇൻറ്റു ക്യു എ ബൈ ആർ സി എ സ്ക്വയർ, 2 കോൺസ്റ്റൻറ്റ് അങ്ങനെ തന്നെ എഴുതി. കെ എന്നുള്ളത് 9 ഇൻറ്റു 10⁻⁹ വാല്യൂ കൊടുത്തു. ക്യു എ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നു. 3 ഇൻറ്റു 10⁻⁻6. -6 എവിടെ നിന്ന് വന്നു? മൈക്രോ കുളുമ്പാണ്, അതിനെ കുളുമ്പിലേക്ക് മാറ്റി. 3 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ ആർ സി എ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 0.1 അതിൻ്റെ സ്ക്വയർ. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് 9 ഇൻറ്റു 3 27, 27 ഇൻറ്റു 2 54. സോൾവ് ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 5.4. 54 നമ്മൾ എഴുതാറില്ല. 5.4 ഇൻറ്റു 10⁻⁶ ന്യൂട്ടൺ പെർ കുളുമ്പാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങടായിരിക്കും? ക്യു എയിൽ നിന്ന് ക്യു ബിയിലേക്ക്. നമുക്കറിയാം പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക്. ദിസ് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യു എയും ക്യു ബിയും ഈക്വലാണ്. ക്യു എ ഈക്വൽ ടു ക്യു ബി, അത് നമുക്കറിയാം. ക്യു എ ഈക്വൽ ടു ക്യു ബി മൈനസ് മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡേ എടുക്കുന്നുള്ളൂ, കാരണം ഇവിടെയാണ് ഡയറക്ഷൻ വരുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എന്താ? ഇവിടെ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. സോ ക്യു എ ഈക്വൽ ടു ക്യു ബി ആണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം ആർ സി എസ് ഈക്വൽ ടു ആർ സി ബി. ഈ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വലാണ്. സോ നാച്ചുറലി ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ഇ സി എയും ഇ സി ബിയും ഈക്വലാണ്. ഈ പോയിന്റിൽ ഉണ്ടാവുന്നത് ഇ സി എയും ഇ സി ബിയുമാണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഈക്വൽ ടു 2 ഇ സി എ എന്ന് എഴുതി. 2 ഇൻറ്റു ഇ സി എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ 5.4 ഇൻറ്റു 10⁻⁶ ന്യൂട്ടൺ പെർ കുളുമ്പ്. ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക്. ക്ലിയർ? 1.8 ബി ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബി ചോദ്യം, ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 1.5 ഇൻറ്റു 10⁻⁻9 കുളുംബ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദിസ് പോയിന്റ്. ആ സെൻറ്റർ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5 ഇൻറ്റു 10⁻⁻9 കുളുംബ് പ്ലേസ് ചെയ്താൽ വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ടെസ്റ്റ് ചാർജ്? ഫോഴ്സ് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും തമ്മിലുള്ള ബന്ധം പഠിച്ചിട്ടുണ്ട്. എന്താ? ഇ ഈക്വൽ ടു എഫ് ബൈ ക്യു സീറോ. ഇ ഈക്വൽ ടു എഫ് ബൈ ക്യു സീറോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും എഫ് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും? ഈ ക്യു സീറോ ഇവിടെ ഡിവിഷനാണ്, അത് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുത്താൽ മൾട്ടിപ്ലിക്കേഷനായി. സോ റിസൾട്ടൻറ്റ് കുളുംബിയൻ ഫോഴ്സ് ഓൺ ക്യു സി പ്ലേസ്ഡ് അറ്റ് പോയിന്റ് സി, എഫ് ഇ ഈക്വൽ ടു ക്യു സി ഇൻറ്റു ഇ സി. ക്യു ഇൻറ്റു ഇ, ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ചാർജ് തന്നിട്ടുണ്ട് 1.5 ഇൻറ്റു 10⁻⁻9 ഇൻറ്റു നമുക്ക് കണ്ടുപിടിച്ചു, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു 5.4 ഇൻറ്റു 10⁻⁶. സോ ഫൈനൽ ആൻസർ ഈസ് 8.1 ഇൻറ്റു 10⁻⁻³ ന്യൂട്ടൺ. അതിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് തന്നെ, ക്യു എ ടു ക്യു ബി. ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ചോദ്യം 1.9ലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഡൈപോൾ മൊമെൻ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം നോക്കാം. എ സിസ്റ്റം ഹാസ് 2 ചാർജസ്. ഒരു സിസ്റ്റത്തിൽ 2 ചാർജുകൾ. ചാർജിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. ക്യു എ 2.5 ഇൻറ്റു 10⁻⁻7 കുളുംബും, ക്യു ബി -2.5 ഇൻറ്റു 10⁻⁻7 കുളുംബുമാണ്. ലൊക്കേറ്റഡ് അറ്റ് എ പോയിൻറ്റ്സ്
എ ആ പോയിന്റ് തന്നിക്കാണ് എക്സ് വൈ സെഡ് ആക്സിസ് 0 0 മൈനസ് 15 സെൻറ്റിമീറ്റർ ആൻഡ് ബി 0 0 പ്ലസ് 15 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ആ രണ്ട് ചാർജുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ പോയിന്റ് എക്സ് ആക്സിസിനെ ബേസ് ചെയ്ത് വൈ ആക്സിസിനെ ബേസ് ചെയ്ത് സെഡ് ആക്സിസിനെ ബേസ് ചെയ്ത് പറഞ്ഞിക്കാണ്. ദെൻ വാട്ട് ആർ ദ ടോട്ടൽ ചാർജ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദി സിസ്റ്റം. വാട്ട് ആർ ദ ടോട്ടൽ ചാർജ്, വാട്ട് ആർ ദ ടോട്ടൽ ചാർജ് എന്ന് വെച്ചോ. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യു എ പ്ലസ് ക്യു ബി, പൊളാരിറ്റി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ദിസ് ഈസ് പ്ലസ് ദിസ് ഈസ് മൈനസ്, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. സോ ടോട്ടൽ ചാർജ് ഈക്വൽ ടു 0. ടോട്ടൽ ചാർജ് 0. 2.5 into 10 raised to minus 7 coulomb പ്ലസ് മൈനസ് 2.5 into 10 raised to minus 7 coulomb ആവുമ്പോൾ ടോട്ടൽ ചാർജ് ഈ 0. ദിസ് ഈസ് പ്ലസ് ദിസ് ഈസ് മൈനസ്. സോ ആഡ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, 0 കിട്ടി. ദെൻ ഡൈപോൾ മൊമെൻറ്റ്, ഡൈപോൾ മൊമെൻറ്റ് പി, ക്യാപിറ്റൽ ലെറ്റർ പി ആണ്, ക്യാപിറ്റൽ ലെറ്റർ പി ആണ് ഡൈപോൾ മൊമെൻറ്റ്. പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a, എയ്തർ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ്, അതാണ്. സോ പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. ക്യൂ എന്ന് പറഞ്ഞാൽ എയ്തർ ചാർജ്, ഞാൻ 2.5 into 10 raised to minus 7 എന്ന് എടുത്തു. ഇനി 2a ഡിസ്റ്റൻസ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, നമ്മൾ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കാണാൻ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇതൊക്കെ 0 ആണ്, സെയിം ആണ്. ആകെ വ്യത്യാസമുള്ളത് സെഡ് ആക്സിസിലാണ് വ്യത്യാസം. സോ 2a ഈക്വൽ ടു -15 ഈക്വൽ ടു എന്തുണ്ടാവും, ദാറ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. 30 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. 2a ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്ന 2a ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 0.3 മീറ്റർ എന്ന് കിട്ടി. സോ നമ്മളത് ഇവിടെ അപ്ലൈ ചെയ്തു, 0.3 മീറ്റർ. സോ 2.5 into 10 raised to minus 7 into 0.3. ആൻസർ എന്ന് പറയുന്നത് 7.5 into 10 raised to minus 7 സെൻറ്റിമീറ്റർ. 7.5 into 10 raised to minus 7 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ടുവാർഡ്സ് സെഡ് ആക്സിസ്. ആ സെഡ് ആക്സിസ് സെഡ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് 1.10ലേക്കാണ് നമ്മൾ പോകുന്നത്. 1.10 ആൻ ഇലക്ട്രിക് ഡൈപോൾ വിത്ത് ഡൈപോൾ മൊമെൻറ്റ് തന്നിട്ടുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് പി തന്നിട്ടുണ്ട് 4 into 10 raised to minus 9 coulomb meter ഈസ് അലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 5 into 10 raised to 4 Newton per coulomb. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ഡൈപോൾ. അപ്പോൾ ടോർക്കാണ് നമുക്ക് കാണേണ്ടത്. ടോർക്ക് ടോ ഈക്വൽ ടു പി ക്രോസ് ഇ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോ ഈക്വൽ ടു പി ക്രോസ് ഇ. സോ നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ടോർക്ക് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. പി അവിടെ തന്നിട്ടുണ്ട്, 4 into 10 raised to minus 9 അവിടെ എഴുതി. ഇ തന്നിട്ടുണ്ട് 5 into 10 raised to 4 തീറ്റ സൈൻ 30 തന്നിട്ടുണ്ട്. സൈൻ 30യുടെ വാല്യൂ നമുക്ക് അറിയാം 1/2 ആണ്. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 raised to minus 4 ന്യൂട്ടൺ മീറ്റർ എന്നാണ് എലോങ് പി ക്രോസ് ഇ. പി ക്രോസ് ഇയുടെ ഡയറക്ഷനിൽ തന്നെയാണ് ഈ ടോർക്കിൻ്റെ ഡയറക്ഷൻ. സോ ടോർക്ക് ടോ ഈക്വൽ ടു 10 raised to minus 4 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. 1.11ലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എ പോളിത്തീൻ പീസ് റബ്ഡ് വിത്ത് വൂൾ, ഒരു പോളിത്തീനും വൂളും കൂടി റബ്ബ് ചെയ്യുന്നു, ഈസ് ഫൗണ്ട് ടു ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 3 into 10 raised to minus 7 coulomb. അപ്പോൾ അതിൻ്റെ ചാർജ് 3 into 10 raised to minus 7 coulomb എന്നാണ്. എ ചോദ്യത്തിൽ എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്, എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു, ഇവർ തമ്മിൽ റബ്ബ് ചെയ്തപ്പോൾ എത്ര ഇലക്ട്രോൺസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു, എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു, ആൻഡ് എവിടുന്ന് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഫ്രം വിച്ച് ടു വിച്ച്. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. വെൻ n number of electrons get transferred from wool to polythene. അപ്പോൾ നമ്മൾ എവിടുന്ന് എവിടേക്കാണ്, വൂളിൽ നിന്ന് പോളിത്തീനിലേക്ക് n number of electrons ട്രാൻസ്ഫർ ചെയ്തു എന്ന് എടുത്തിരിക്കുന്നു. സോ നെഗറ്റീവ് ചാർജ് ഗെയിൻഡ് ബൈ ദ പോളിത്തീൻ. പോളിത്തീന് നെഗറ്റീവ് ചാർജ്, വൂളിന് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ഗെയിൻഡ് ബൈ ദ പോളിത്തീൻ കണ്ടുപിടിക്കുകയാണ്. Q ഈക്വൽ ടു മൈനസ് NE. നെഗറ്റീവ് ചാർജാണ് ഗെയിൻ ചെയ്തത്. Q ഈക്വൽ ടു മൈനസ് NE. N അറിയില്ല.
എൻ അവിടെ എഴുതി. പോളിത്തീൻ്റെ ചാർജാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് Q/E. മൈനസ് ഓൾറെഡി ഉണ്ട്, ഒപ്പം പോളിത്തീൻ്റെ ചാർജ് മൈനസ് ആണ്. 3 × 10⁻⁻7 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ഇയുടെ വാല്യൂ, ബേസിക് യൂണിറ്റ് ചാർജ്. നമ്മളിത് ചെയ്യുമ്പോൾ മുകളിലേക്ക് എടുക്കുന്നു, 10⁻⁻19 മുകളിലേക്ക് എടുക്കുന്നു, 10⁻+12 ആവുന്നു. 3 ഡിവൈഡഡ് ബൈ 1.6 എന്ന് കിട്ടുന്നു. ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് 1.875 × 10⁻12 നമ്പർ. ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. ദിസ് മച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. എൻ ഈസ് ദ നമ്പർ, അതിന് യൂണിറ്റ് ഇല്ല, നമ്പറാണ്. 1.875 × 10⁻12. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ നമ്മുടെ ചാർജിൻ്റെ പ്രോപ്പർട്ടിയിൽ, ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള Q = ±NE എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. N = Q/E. Q എന്ന് പറഞ്ഞാൽ ചാർജ്, ദാറ്റ്സ് ഗിവൺ, ഇറ്റ്സ് നെഗറ്റീവ് ചാർജ്, -3 × 10⁻⁻7 കുളുംബ്, അത് തന്നിട്ടുണ്ട്. ദെൻ E എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, 1.6 × 10⁻⁻19 കുളുംബ് എന്നാണ്. സോ അത് ചെയ്തു. സോ ഡിവൈഡ് ചെയ്യുന്നു, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുന്നു. സോ ഈ മൈനസ് ഉണ്ടാവാൻ കാരണം നെഗറ്റീവ് ചാർജ് ഗെയിൻഡ് ബൈ ദ പോളിത്തീന് കിട്ടുന്ന ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. സോ N = 1.875 × 10⁻12. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് അതിലെ ബി ചോദ്യത്തിലേക്കാണ്. ഈസ് ദർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ? അതാണ് നോക്കേണ്ടത്. ഈസ് ദർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ? അപ്പോൾ ഇലക്ട്രോൺസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, മാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ സൊല്യൂഷനിലേക്ക് പോകുന്നു. ഹെർ വൂൾ ലോസസ് n നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഈ ചോദ്യത്തിൻ്റെ ആൻസറിൽ നിന്ന് നമുക്ക് മനസ്സിലായി വൂള് n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നു, പോളിത്തീൻ ഗെയിൻസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ പോളിത്തീൻ എന്ത് കിട്ടുന്നു? ആ n നമ്പർ ഓഫ് ഇലക്ട്രോൺ പോളിത്തീന് കിട്ടുന്നു. വൂള് വിട്ടുകൊടുത്തിട്ടുള്ള ഇലക്ട്രോണിനെ പോളിത്തീന് കിട്ടി. സോ മാസ് ഈസ് ട്രാൻസ്ഫേർഡ്. സോ മാസ് ഉറപ്പായിട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. M = N × ME. n എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടി 1.875 × 10⁻12 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻⁻31 കിലോഗ്രാം. ദിസ് മച്ച് മാസ് ഈസ് ട്രാൻസ്ഫേർഡ്. അതെത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 1.70625 × 10⁻18 കിലോഗ്രാം. ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ചെറിയ വാല്യൂ ഓഫ് മാസ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ദിസ് മച്ച് വാല്യൂ ഓഫ് മാസ് ഈസ് ട്രാൻസ്ഫേർഡ്. ഇവിടെ ഉണ്ടാവുന്നത് n നമ്പർ ഓഫ് ഇലക്ട്രോണിനെ വൂള് ആർക്ക് കൊടുക്കുന്നു? പോളിത്തീന് കൊടുക്കുന്നു. വൂൾ n നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, പോളിത്തീൻ n നമ്പർ ഓഫ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. അതാണ് അവിടെ ഉണ്ടാവുന്നത്. സോ അവിടെ ഒരു മാസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. പക്ഷേ അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഫ്യൂ, വളരെ ചെറിയ എമൗണ്ട് ഓഫ് മാസ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെന്നുള്ള വളരെ സവിശേഷമായൊരു പ്രത്യേകതയുണ്ട്. 1.12 പോവുകയാണ് നമ്മൾ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കൊളംബിയൻ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ വലുതായിട്ട് തോന്നാം, പക്ഷേ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. നോക്കൂ, 2 ഇൻസുലേറ്റഡ് ചാർജ്ഡ് കോപ്പർ സ്ഫിയേഴ്സ് A and B have their centers separated by a distance of 50 centimeter. 2 സ്ഫിയറുകളുണ്ട്, എ സ്ഫിയറും ബി സ്ഫിയറും, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ തന്നെ മനസ്സിൽ ഓർക്കണം, 50 സെൻറ്റിമീറ്റർ നമുക്ക് പറ്റൂല. 50 സെൻറ്റിമീറ്ററിന് എന്താക്കണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, 0.5 മീറ്റർ. ദെൻ വാട്ട് ഈസ് ദ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ? നമുക്കറിയാം, രണ്ടും എ ആൻഡ് ബി ഹാവിങ് ലൈക്ക് ചാർജസ്. എയുടെ ചാർജും ബിയുടെ ചാർജും ലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് റിപ്പൽഷനാണ്. അപ്പോൾ ഈ റിപ്പൽഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ എക്കും ബിക്കും ഒരേ ചാർജാണ്. ഇഫ് ദ ചാർജ് ഓൺ ഈച്ച് ഈസ്, എയുടെയും ബിയുടെയും ചാർജ് തന്നിട്ടുണ്ട്, 6.5 × 10⁻⁻7 കുളുംബാണ്. എൻ്റെ എ ചോദ്യമാണത്. ഒപ്പം ദ റേഡിയൈ ഓഫ് എ ആൻഡ് ബി ആർ നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഒരു സബ്ബായിട്ട് തന്നിക്കാണ്. ഓൾറെഡി നമ്മളിത് നെഗ്ലിജിബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. എന്നിരുന്നാലും നമ്മളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ എ ചോദ്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തു, എ എന്ന് പറയുന്ന സ്ഫിയറും ബി എന്ന് പറയുന്ന സ്ഫിയറും കൺസിഡർ ചെയ്തു. ഇത് രണ്ടിനും ഒരേ ചാർജാണ്, ഐഡൻറ്റിക്കലായിട്ട് വരയ്ക്കണം. ബോർഡിൽ വരച്ചിരിക്കുന്ന ഒരു എറർ
സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എയും ബിയും ഒരേ ചാർജാണ്, ഒരേ സൈസ് ആവണമെന്നില്ല, ആവുകയും ചെയ്യാം, വാട്ട് എവർ ഇറ്റ് ഈസ്. 6.5 × 10⁻⁻⁷ കുളുമ്പും ഇതും 6.5 × 10⁻⁻⁷ കുളുമ്പും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.5 എങ്ങനെയായി? നമുക്കറിയാം 50 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ. നമുക്ക് സെൻറ്റിമീറ്ററിൽ പറ്റില്ല, SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തു, 0.5 മീറ്റർ. വാട്ട് ഈസ് കുളംബിയൻ ഫോഴ്സ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കുളുംസ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കുളംബിയൻ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് ആ ഫോഴ്സിൻ്റെ നേച്ചർ എന്തായിരിക്കും? ആ ഫോഴ്സിൻ്റെ നേച്ചർ മസ്റ്റ് ബി റിപ്പൽഷൻ. അത് റിപ്പൽഷൻ ആയിരിക്കും. F = 1/4πε0 Q1 Q2/r². Q1നും Q2നും 1/4πε0യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 9 × 10⁻⁹ ഇൻറ്റു Q1 Q2 സെയിം ആണ്, 6.5 × 10⁻⁻⁷. ഇപ്പുറത്തും 6.5 × 10⁻⁻⁷ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. R എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ. ആറിൻ്റെ സ്ക്വയർ 0.5 ഹോൾ സ്ക്വയർ, 0.5ൻ്റെ സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ we get 9 × 6.5 × 6.5 divided by 0.5 അല്ലെങ്കിൽ 5 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.521. 10ൻ്റെ പവറുകളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10⁻². സോ ഫൈനൽ ആൻസർ, ആ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 1.521 × 10⁻². 1.521 × 10⁻² ന്യൂട്ടൺ ആണ്. 1.521 × 10⁻² ന്യൂട്ടൺ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ എ സ്ഫിയർ ആൻഡ് ബി സ്ഫിയർ. എ സ്ഫിയറും ബി സ്ഫിയറും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് മച്ച് വാല്യൂ. ഇതിൻ്റെ നേച്ചർ നമുക്കിവിടെ എഴുതണം. ഇതെന്താണ് ഇതിൻ്റെ നേച്ചർ? റിപ്പൽഷൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മാഗ്നിറ്റ്യൂഡും അതിൻ്റെ നേച്ചറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് റിപ്പൽഷൻ ആണ്. കാരണം ലൈക്ക് ചാർജസ് ആണ്. ലൈക്ക് ചാർജസ് തമ്മിലുണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് റിപ്പൽഷൻ ആണ്. ക്ലിയർ? 1.12ൻ്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ വാല്യൂ ഓർമ്മയുണ്ടാവണം. 1.521 × 10⁻² ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നോക്ക്, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ? റിപ്പൽഷൻ തന്നെ, അപ്പോൾ ചാർജ് സെയിം ചാർജ് തന്നെയാണ്. ഇഫ് ഈച്ച് സ്ഫിയർ ഈസ് ഇഫ് ചാർജ് ഓൺ ഈച്ച് സ്ഫിയർ ഈസ് അല്ലെങ്കിൽ എന്താ, ഇഫ് ഈച്ച് സ്ഫിയർ ഈസ് ചാർജ്ഡ് ഡബിൾ, അതിൻ്റെ ചാർജ് ഡബിളാക്കി ദ എബവ് എമൗണ്ട്. ആദ്യം ഉണ്ടായതിൻ്റെ ഡബിളായി. ആദ്യം QAയും QB ആയിരുന്നു, അതിപ്പോൾ എത്രയാക്കി മാറ്റി? 2QA 2QB ആയി മാറ്റി, ഇരട്ടിയാക്കി. റൈറ്റ്. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഹാഫ്ഡ്, 6 പകുതിയായി. അപ്പോൾ പുതിയത് നമ്മൾ എടുക്കുകയാണ്. F' എന്നുള്ളത് ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. F' എന്നുള്ളത് എത്രയാക്കി മാറ്റി? K × 2QA 2QB അങ്ങനെ ആക്കി, R/2. ദെൻ അതിൻ്റെ പ്രത്യേകത നോക്ക്, 2 × 2 4. ഈ 4ഉം മുകളിലേക്ക് കയറും, 2ൻ്റെ സ്ക്വയർ 4, അപ്പോൾ 4 × 4 16 എന്നായി. 16K QA QB/r². 16K QA QB/r². അപ്പോൾ F' = 16F എന്നാണ്. ആദ്യത്തേതിൻ്റെ 16 മടങ്ങായി മാറി. അപ്പോൾ 16 × 1.521 × 10⁻². ആൻസർ 0.2434 ന്യൂട്ടൺ എന്നായി മാറി. ഇതിൻ്റെ 16 ടൈംസ് ആയി മാറി. റിപ്പൽസീവ് തന്നെ. 1.13ലേക്ക് പോവുകയാണ് നമ്മൾ. അടുത്ത ചോദ്യം, സപ്പോസ് ദ സ്ഫിയേഴ്സ് A and B ഇൻ എക്സസൈസ് 12. തൊട്ട് മുൻപത്തെ എക്സസൈസിൽ 2 സ്ഫിയർ നമ്മൾ പരിചയപ്പെട്ടു. ഹാവ് ഐഡൻറ്റിക്കൽ സൈസ്, ഉറപ്പ്, നമ്മളതും പറഞ്ഞു. എ തേർഡ് സ്ഫിയർ ഓഫ് സെയിം സൈസ് ബട്ട് അൺചാർജ്ഡ്, ചാർജ് ഇല്ല, നമുക്ക് പ്രശ്നമില്ല, ഈസ് ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദ ഫസ്റ്റുമായിട്ട് ഒരു തേർഡ് സ്ഫിയർ, ചാർജ് ഇല്ല, സൈസ് ഉണ്ട്, കോൺടാക്റ്റിൽ വന്നു. സോ ഇൻ്റർമിറ്റ് ചാർജ് ഓൺ A and C നമുക്ക് ചെയ്യണം, അതിലേക്ക് വരാം. ബട്ട് അൺചാർജ് ഈസ് ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദ ഫസ്റ്റ്, ദെൻ ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദ സെക്കൻഡ് ആൻഡ് ഫൈനലി റിമൂവ്ഡ് ഫ്രം ദ ബോത്ത്. രണ്ടും റിമൂവ് ചെയ്തു. വാട്ട് ഈസ് എ ന്യൂ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ A and B? നമുക്ക് F = K QA QB/r², അതാണ് വേണ്ടത്. സോ ഇൻ്റർമീഡിയറ്റ് ചാർജ് ഓൺ A and C, അല്ലെ, എക്കും A B ഉണ്ട് രണ്ടും, അതിൻ്റെ ഇടയിൽ C. അപ്പോൾ എന്തായി? ചാർജ് 0 ആയതുകൊണ്ട് QA' = QC' = QA + 0/2 = QA/2. അതാണ് ആ ചാർജ്. QA' തന്നെയാണ് QC', QA/2. ഫൈനൽ ചാർജ് ഓൺ C and B,
ഫൈനൽ ചാർജസ് ഓൺ സി ആൻഡ് ബി ക്യു സി ഡബിൾ ഡാഷ് ഈക്വൽ ടു ക്യു ബി ഡാഷ് ഈക്വൽ ടു ക്യു സി പ്ലസ് ക്യു ബി ബൈ 2. അത്രയും വരെ നമ്മൾ വെച്ചു. ദെൻ നമ്മളതിനകത്ത് ക്യു സിക്ക് പകരം ക്യു എ ബൈ 2 എന്ന് കൊടുക്കാം. കാരണം ക്യു സി ഡാഷിന് പകരം ക്യു എ ബൈ 2 പ്ലസ് ക്യു ബി ബൈ 2 ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യു എ പ്ലസ് 2 ക്യു ബി ബൈ 4 എന്ന് കിട്ടി. അത്രയും വരെ വെച്ചു. ദെൻ നമുക്ക് വേണ്ടത് എഫ് ഡാഷ് ആണ്. ക്യു എ ഡാഷ് ഇൻറ്റു ക്യു ബി ഡാഷ് ബൈ ആർ സ്ക്വയർ. കെ ഉണ്ട് കേട്ടോ. കെ നമ്മളവിടെ അങ്ങനെ തന്നെ എഴുതി. ക്യു എ ഡാഷിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ക്യു എ ഡാഷിന് പകരം ക്യു എ ബൈ 2 എന്ന് കൊടുത്തു. ക്യു ബി ഡാഷ് എന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ക്യു ബി ഡാഷിന് പകരം ക്യു എ പ്ലസ് 2 ക്യു ബി ബൈ 4 ബൈ ആർ സ്ക്വയർ എന്ന് കൊടുത്തു. ദെൻ നമുക്കിനി അത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യു എ ബൈ 2 അങ്ങനെ തന്നെ. ദെൻ ഇതിനെ ക്യു എയും ക്യു ബിയുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ക്യു എ ഈക്വൽ ടു ക്യു ബി ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഈക്വൽ ടു 3 ക്യു ബി ബൈ 4 ബൈ ആർ സ്ക്വയർ. സോ നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ചു വരുന്നു. എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യു എ ബൈ 2. ദെൻ നമുക്കറിയാം ക്യു എ ഈക്വൽ ടു ക്യു ബി. സോ ക്യു എ ഇതിനെന്താ? ക്യു എക്ക് പകരം ക്യു ബി എന്ന് കൊടുക്കാം. സോ 3 ക്യു ബി എന്ന് കിട്ടി. 3 ക്യു ബി ബൈ 4 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 3/8k ബാക്കിയുള്ളത് ക്യു എ ക്യു ബി ബൈ ആർ സ്ക്വയർ. 3/8k ക്യു എ ക്യു ബി ബൈ ആർ സ്ക്വയർ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? ഇൻറ്റു 1.521 ഇൻറ്റു 10⁻⁻² എന്ന് നമുക്ക് അറിയാം. സോ ന്യൂ ഫോഴ്സ് ഈക്വൽ ടു 5.704 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. So this is the final answer. 5.704 into 10⁻³ Newton is the final answer. New force. 1.15ലേക്കാണ് നമ്മൾ പോകുന്നത്. 15ാമത്തെ ചോദ്യത്തിലേക്ക്. കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അവിടെ തന്നിട്ടുണ്ട്. 3 × 10⁻³ ഐ ക്യാപ്പ് അതിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് വെക്ടറാണ് തന്നിരിക്കുന്നത്, ന്യൂട്ടൺ പെർ കുളുംബ്. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ ഫ്ലക്സ് ഓഫ് ദ ഫീൽഡ് through a square of 10 centimeter on a side whose plane is parallel to YZ plane. So X, Y, Z. So idana YZ plane in a parallel. So area vector in the same direction of electric field. YZ plane in a parallel. So area vector ഇങ്ങനെ ഒരു പ്ലെയിൻ ആണ് വരുന്നത്. ഇതിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലെയിൻ ആണ് വരുന്നത്. ഇങ്ങനൊരു പ്ലെയിൻ ആണ് വരുന്നത്. It's in the same direction. Area vector is in the same direction. So theta equal to 0. Same direction ആയതുകൊണ്ട് theta equal to 0 degree. Theta 0 degree ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ phi equal to AE cos theta. A എന്ന് പറഞ്ഞാൽ ഏരിയ, L square E cos theta. L square ഇവിടെ തന്നിരിക്കുന്ന 10 സെൻറ്റിമീറ്റർ എന്നാണ്. L equal to 10 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. That is equal to 0.1 meter. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.1ൻ്റെ സ്ക്വയർ ഇൻറ്റു 3 × 10⁻³ അത് തന്നിട്ടുണ്ട് ഓൾറെഡി. സോ ദാറ്റ്സ് ഈക്വൽ ടു 30 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളുംബ് ഈസ് ദ ആൻസർ. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. 1.15ലെ ബി ചോദ്യത്തിലേക്ക് വരുന്നു. ബി ചോദ്യത്തിൽ തീറ്റയുടെ വാല്യൂ മാറ്റിയിരിക്കുന്നു, ബാക്കിയൊക്കെ സെയിം തന്നെ. വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ ദ സെയിം സ്ക്വയർ? അപ്പോൾ സെയിം ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ തന്നെ, സെയിം ഏരിയ 0.1 ഹോൾ സ്ക്വയർ തന്നെ. If the normal to its plane makes a 60-degree angle with the x-axis. So theta will be 60 degree. നമുക്കതിനെ θ2 എന്നെടുക്കാം. θ2 will be 60 degree ആണ്. So phi2 equal to A2 E cos θ2. A2 സെയിം തന്നെയാണ്, വേണമെങ്കിൽ A1 എന്നെടുത്താലും കുഴപ്പമില്ല. ഈക്വൽ ടു L സ്ക്വയർ. L എന്ന് പറഞ്ഞാൽ 0.1ൻ്റെ സ്ക്വയർ. ഈ സെയിം തന്നെ 3 × 10⁻³ തന്നെ. 60 cos 60
cos 60 sin 30 ഓട് ഈക്വൽ 1/2. സോ ആൻസർ ഈസ് 0.1 ഇൻറ്റു 0.1 3 divided by 2. സോ ആൻസർ ഈസ് 3 divided by 2 1.5 അല്ലെങ്കിൽ 15 Newton meter square per coulomb. ഫൈനലി ചെയ്യുമ്പോൾ വി ഗെറ്റ് 15 Newton meter square per coulomb എന്നാണ് കിട്ടുന്നത്. സോ സെക്കൻഡ് ലെവലിൽ ഈ കേസിലെ ഫ്ലക്സ് എന്ന് പറയുന്നത് 15 ആയിട്ട് മാറി. ഈ ആംഗിൾ മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ, തീറ്റ മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. അപ്പോൾ തീറ്റ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ് തീറ്റ മാറി. കോസ് തീറ്റ മാറിയപ്പോൾ ഫ്ലക്സിൻ്റെ കാര്യത്തിലും ചേഞ്ച് വന്നു. ഇറ്റ് വിൽ ബിക്കംസ് 15 Newton meter square per coulomb. 1.16ലേക്ക് പോവുകയാണ് നമ്മൾ. 1.16 വാട്ട് ഈസ് ദ നെറ്റ് ഫ്ലക്സ് ഓഫ് ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എക്സൈസ് 15. 15ാമത്തേൽ നമ്മൾ കണ്ട കാര്യം, അതിൽ നെറ്റ് ഫ്ലക്സ് കാണണം. ത്രൂ എ ക്യൂബ് ഓഫ് സൈഡ് 20 centimeter ഓറിയൻറ്റഡ് സോ ദാറ്റ് ഇറ്റ് ഫേസസ് ആർ പാരലൽ ടു കോർഡിനേറ്റ് പ്ലെയിൻ. പാരലൽ ടു കോർഡിനേറ്റ് പ്ലെയിൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം അതിൽ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. 6 ഫേസിൽ 4 ഫേസും എന്താണ്? ആർ പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന് പാരലലാണ്. 4 ഫേസ് പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഫേസ് 1. ഫേസ് 1ൻ്റെ കാര്യത്തിൽ φ1 ഈക്വൽ ടു A1 E cos θ1. അപ്പോൾ എന്തായി? എൽ സ്ക്വയർ ഇ കോസ് 180 ഡിഗ്രി. ഫേസ് 1 ഒരു ഒന്നാമത്തെ ഫേസും ഇതും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു കോസ് 180 മൈനസ് ആണ്, മൈനസ് എൽ സ്ക്വയർ ഇ എന്ന് കിട്ടി. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് 0 ആവുക എന്നുള്ളതാണ്. 0 ഒരേ ഫേസ് പാരലൽ ആവുമ്പോൾ 0 ആയി. അപ്പോൾ എൽ സ്ക്വയർ ഇ കോസ് 0. കോസ് 0 എന്ന് പറയുമ്പോൾ 1 ആണ്. സോ എൽ സ്ക്വയർ ഇ. അപ്പോൾ എൽ സ്ക്വയർ ഇ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് വേണ്ടത്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇറ്റ്സ് ഫേസസ് ആർ പാരലൽ ടു കോർഡിനേറ്റ് പ്ലെയിൻ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ φ1 + φ2 ദിസ് വൺ മൈനസ് എൽ സ്ക്വയർ ഇ, ദിസ് ഈസ് പ്ലസ് എൽ സ്ക്വയർ ഇ. സോ ടോട്ടൽ ഈക്വൽ ടു 0. ദാറ്റ്സ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. അടുത്തത് 1.17ലേക്കാണ് പോകുന്നത്. കെയർഫുൾ മെഷർമെൻറ്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് at the surface of a black box indicates that the net outward flux through the surface of box is 8 into 10⁻³ Newton meter square per coulomb. A ചോദ്യം, what is the net charge inside the box? What is the net charge? അപ്പോൾ ഗിവൺ ഡാറ്റ എന്താണ്? ഫ്ലക്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഫ്ലക്സ് ഈക്വൽ ടു Q/ε0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. φ ഈക്വൽ ടു Q/ε0. സോ Q ഈക്വൽ ടു φ/ε0. φയുടെ വാല്യൂ 8 into 10⁻³ into 8.85 into 10⁻⁻12. So multiply ചെയ്യുമ്പോൾ we get the answer charge equal to 7.08 into 10⁻⁻8 coulomb എന്ന് കിട്ടും. 7.08 into 10⁻⁻8 coulomb. Then B ചോദ്യത്തിലേക്ക് പോകുമ്പോൾ if the net outward flux through the surface of box is 0, അതായത് φ' നമ്മൾ φ' ആയിട്ട് എടുത്തു, ഫ്ലക്സ് 0 ആണെന്ന് എടുത്തു. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ φ' ഈക്വൽ ടു 8 into 10⁻³ into Q'/ε0. അതെത്രയാണ്? φ' ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താണ്? Q' ഈക്വൽ ടു 0. φ' ഈക്വൽ ടു 0 ഫ്രം ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് ε0 ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ ഈക്വേഷൻ 0 ആവണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, Q' 0 ആവണം. സോ നമുക്ക് മനസ്സിലായി, ഇഫ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഓഫ് ബോക്സ് വേർ 0, കുഡ് യു കൺക്ലൂഡ് ദാറ്റ് ദർ വേർ നോ ചാർജസ് ഇൻസൈഡ് ദ ബോക്സ്? യെസ്, Q' ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് മനസ്സിലായി Q' 0. ഇനി പറയാണ് അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാവില്ല എന്നാണോ എന്ന്. അപ്പോൾ അതിന് 2-3 പോസിബിലിറ്റി ഉണ്ട്. ഒരു പക്ഷേ ചാർജ് ഉണ്ടാവാതിരിക്കാം. പക്ഷേ വേറൊരു കേസും കൂടി ഉണ്ട്. എന്താ? ഇഫ് ഗിവൺ ബോക്സ് കണ്ടെയ്ൻസ് 2 or more അൺലൈക്ക് ചാർജസ്, ലൈക്ക് അല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജസ്, 2ഓ അതിലധികമോ അൺലൈക്ക് ചാർജസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് എന്ത് തന്നെയായിരിക്കും? ഒരേപോലെയുള്ള ചാർജ് ഡിഫറൻ്റ് ആണ്. പ്ലസും മൈനസും വന്നാൽ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോഴും Q' ഈക്വൽ ടു 0 ആവും. അപ്പോഴും φ' ഈക്വൽ ടു 0 ആവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദർ കനോട്ട് ബി എനി ചാർജസ് പ്രസൻറ്റ് ഇൻ ദ ക്ലോസ്ഡ് ബോക്സ്.
അവിടെ ചാർജ് ഇല്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. കാരണം ക്യൂ ഡാഷ് 0 ആയി കഴിഞ്ഞാൽ ഫൈ ഡാഷും 0 ആവും. പക്ഷേ പ്രത്യേകത ക്യൂ ഡാഷ് എന്നുള്ള വാല്യൂ 0 ആവണമെങ്കിൽ ഒരു പോസിബിലിറ്റി അതിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല എന്നുള്ളത്. പക്ഷേ മറ്റൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് ചാർജസ് ഉണ്ടാവുകയും അവ അൺലൈക്ക് ചാർജസ് ആവുകയും അതിൻ്റെ ടോട്ടൽ ചാർജ് 0 ആവുകയും ചെയ്താലും ഫൈ ഡാഷ് ബിക്കംസ് 0. സോ അത് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുക. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ വൈ ഓർ വൈ നോട്ട് എക്സ്പ്ലെയിൻഡ്. 1.18 നമ്മൾ പോകുന്നത്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. എ പോയിൻ്റ് ചാർജ് +1 microcoulomb ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 5 centimeter directly above the center of a square of side 10 centimeter. 10 centimeter സൈഡുള്ള ഒരു സ്ക്വയറിൽ നിന്നും 5 centimeter എബൌവിലാണ് എന്തുള്ളത് 10 microcoulomb ചാർജ് ഉള്ളത്. as shown in the figure. What is the magnitude of electric flux through the square? അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്തു. Q equal to 10 microcoulomb is considered at the centroid of a cube of side 10 centimeter. അതാണ് അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. This position has a symmetry for all the 6 faces of cube. ആ പൊസിഷനിൽ സിമെട്രി ഓഫ് 6 faces ക്യൂബിൻ്റെ 6 ഫേസിനും ഇൻക്ലൂഡഡ് ആണ്. Hence, total electric flux emanating from charge Q get associated with equally with all 6 faces. Hence, electric flux phi passing through any one face of the cube, for example through the bottom face, is given by phi equal to 1/6. കാരണം അത് എല്ലാത്തിനും ഇൻക്ലൂഡഡ് ആണ്. സോ 1/6 phi t equal to 1/6 into q by epsilon 0. q എന്ന് പറഞ്ഞാൽ 10 into 10 raised to -6 divided by 8.85 into 10 raised to -12 epsilon 0യുടെ വാല്യൂ. We get phi equal to 1.883 into 10 raised to 5 Newton meter square per coulomb. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് 1/6 phi t ആണ്. phi എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ എന്നുള്ളത് 1/6 phi t ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ ഈസി ആയിട്ട് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് അറ്റ് ദ സെൻട്രോയിഡ് ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 10 centimeter. ദിസ് പൊസിഷൻ ഹാസ് സിമെട്രി ഫോർ ഓൾ ദ 6 faces ഓഫ് ക്യൂബ്. അങ്ങനെയാണ് ഇതിങ്ങനെ വന്നത്. phi equal to 1/6 phi t എന്ന് വന്നത്. ക്ലിയർ? അടുത്തത് 1.19 പോകുന്നത്. 1.19. റീഡ് ദ ക്വസ്റ്റ്യൻ. എ പോയിന്റ് ചാർജ് ഓഫ് 20 microcoulomb is at the center of a cubic Gaussian surface 9 centimeter on the edge. What is the net electric flux through the surface? Given data, point charge 20 microcoulomb. So, അതിനെ കുളുംബിൽ എഴുതുമ്പോൾ it is 20 into 10 raised to -6 coulomb is at the center of a cubic Gaussian surface 9 centimeter on the edge. What is the net electric flux? Phi equal to q by epsilon 0. Q 2 into 10 raised to -6. 2 into 10 raised to -6. 20 microcoulomb. 20 into 10 raised to -6. 20 into 10 raised to -6. 20 into 10 raised to -6 divided by epsilon 0. 8.85 into 10 raised to -12. Answer is 2.26 into 10 raised to 5 Newton meter square per coulomb. This is the value. ഈ 9-ന് അവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. q by epsilon 0. 20 ആണ് ചാർജ്. 20 microcoulomb എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 into 10 raised to -6 divided by epsilon 0യുടെ വാല്യൂ. epsilon 0 equal to 8.852 into 10 raised to -12 എന്നാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് മുകളിലേക്ക് എടുക്കുമ്പോൾ 2.26 into 10 raised to 5 Newton meter square per coulomb. ഫൈയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളുംബ് എന്നുള്ളത്. ക്ലിയർ? ഫസ്റ്റ് ചാപ്റ്ററിലെ 20ാമത്തെ NCERT എക്സസൈസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 20th ക്വസ്റ്റ്യൻ 1.20. എ പോയിന്റ് ചാർജ് കോസസ് ആൻ ഇലക്ട്രിക് ഫ്ലക്സ് മൈനസ് ആണ്. -1 into 10 raised to 3 Newton meter per coulomb to pass through a spherical Gaussian surface of 10 centimeter radius centered on the charge. ചാർജ് അതിൻ്റെ സെൻറ്ററിൽ. ചോദ്യം, ഇഫ് ദ റേഡിയസ് ഓഫ് ഗോഷ്യൻ സർഫസ് വെർ ഡബിൾഡ്, ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് ഡബിൾ ആയാൽ ഹൗ മച്ച് ഫ്ലക്സ് വുഡ് പാസ് ത്രൂ ദ സർഫസ്? വി നോ ദർ ഈസ് നോ ചേഞ്ച്.
ഫ്ലക്സ് ഡസ് നോട്ട് ചേഞ്ച്. കാരണം എന്താ, ആദ്യം ഉണ്ടായ അത് തന്നെയായിരിക്കും. റേഡിയസ് എന്നുള്ള ഒരു ഫാക്ടർ ഇലക്ട്രിക് ഫ്ലക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. റേഡിയസ് ഓഫ് ഗോഷ്യൻ സർഫസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് കൂടുകയോ കുറയുകയോ ചെയ്തോട്ടെ, ഫ്ലക്സിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫ്ലക്സ് ഈക്വൽ ടു Q/ε0. ചാർജ് മാറിയാൽ മാത്രമേ ഇലക്ട്രിക് ഫ്ലക്സ് മാറുള്ളൂ. ഈ പറയുന്ന റേഡിയസ് വാട്ട് എവർ ഇറ്റ് ഈസ്, മേ ബി ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, കൂടുകയോ കുറയുകയോ ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം φ ഈക്വൽ ടു Q/ε0. ചാർജ് മാറിയാൽ മാത്രമേ ഇലക്ട്രിക് ഫ്ലക്സ് മാറുള്ളൂ. അപ്പോൾ ഈ കേസിൽ ചാർജ് മാറുന്നില്ല, അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫ്ലക്സിൽ ഡസ് നോട്ട് ചേഞ്ചസ്. ഇലക്ട്രിക് ഫ്ലക്സിൽ കാര്യമായ ഒരു ചേഞ്ചും ഇല്ല. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പോയിൻ്റ് ചാർജ്? ബി ചോദ്യം. We know that phi equal to Q/ε0. So Q equal to phi/ε0. Phi is given minus 1 into 10 raised to 3. ε0 value നമുക്ക് already അറിയാം, 8.85 into 10 raised to minus 12. So by multiplying we get 8.85 into 10 raised to, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ minus 9 coulomb. Its value is minus. ആ ചാർജ് മൈനസ് ആണ്. minus 8.85 into 10 raised to minus 9 coulomb is the answer. This is the value of point charge. ഇവിടുത്തെ ഒരു പോയിന്റ് വളരെ കാര്യമായിട്ട് ഓർക്കണം. phi equal to Q/ε0. ε0 is a constant. So phi മാറണം എന്നുണ്ടെങ്കിൽ ചാർജ് മാറണം. ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. ദെൻ ഇവിടെ നമ്മൾ പോയിന്റ് ചാർജ് കണ്ടുപിടിച്ചു. ഇതാണ് 20ാമത്തേൻ്റെ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷനും. എ കണ്ടക്ടിങ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 cm ഹാസ് ആൻ അൺനോൺ ചാർജ്. If the electric field 20 cm from the center of sphere is, electric field തന്നിട്ടുണ്ട് 1.5 into 10 raised to 3 Newton per coulomb and point radially inward, not outward, inward. What is the net charge on the sphere? See, electric field at r is greater than its radius due to charge Q on the conducting sphere of radius r is given by E0 equal to K Q/r². ഈ ഫോർമുല ഉപയോഗിക്കുന്നു, K Q/r², where r എന്നുള്ളത് റേഡിയസിനേക്കാൾ കൂടുതലാണ്. സോ Q equal to E0r²/K. E0 തന്നിട്ടുണ്ട്, ഈസ് റേഡിയലി ഇൻവേർഡ് മൈനസ് 1.5 into 10 raised to 3 ഇൻറ്റു r തന്നിട്ടുണ്ട് 20 cm 0.2 സ്ക്വയർ ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ നമുക്കറിയാം 9 into 10 raised to 9. സോ ബൈ കാൽക്കുലേറ്റിംഗ് വി ഗെറ്റ് minus 6.667 into 10 raised to minus 9 coulomb is the answer. Equation, ഈ ഫോർമുലയാണ് ഇമ്പോർട്ടൻറ്റ്. r എന്നുള്ളത് റേഡിയസിനേക്കാൾ കൂടുതലാണെന്നും അത് റേഡിയലി ഇൻവേർഡ് ആണെന്നും നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണ് മൈനസ് വന്നത്. നമ്മൾ എക്സസൈസസ് 22ാമത്തെ ചോദ്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. NCERT എക്സസൈസ് 22ാമത്തെ ചോദ്യം. ഇലക്ട്രിക് ഫ്ലക്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചോദ്യത്തിലേക്ക് പോകുന്നത്. എ യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്ഫിയർ ഓഫ് 2.4 meter ഡയാമീറ്റർ. സോ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, അതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് 1.2 meter ആണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഡയാമീറ്റർ ഹാസ് എ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് 80 μC/m². അപ്പോൾ ഇത് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്നത് 80 into 10 raised to minus 6 coulomb/m² ആണെന്ന് അറിയണം. ഇത് മൈക്രോ ആണ്. സോ 80 into 10 raised to minus 6. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്ഫിയർ. ചാർജ് ഓൺ ദ സ്ഫിയർ നമുക്ക് ഈസി ആയിട്ട് അറിയാം. സിഗ്മ ഈക്വൽ ടു Q/A. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ. സോ Q/ഏരിയ സ്ഫിയർ ആണ് 4πr². സോ ചാർജ് ഈക്വൽ ടു ഈ ഏരിയനെ ഇപ്പുറത്തേക്ക് എടുത്താൽ 4πr² റോ എന്നാണ് വരുന്നത് ഡെൻസിറ്റി. 4 എഴുതി, പൈക്ക് 3.14 വാല്യൂ കൊടുത്തു, 6 ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഡയാമീറ്റർ 2.4 ആണെന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നത് 1.2 ആണ്. 1.2യുടെ സ്ക്വയർ ഇൻറ്റു 80 into 10 raised to minus 6 മൈക്രോ കുളുംബ് ആയതുകൊണ്ടാണ് -6 ചെയ്തത്. സോ വി ഗെറ്റ് ദ ചാർജ് 1.447 into 10 raised to minus 3 coulomb is the value of total charge. First to find the charge on the sphere. അപ്പോൾ സ്ഫിയറിലെ ചാർജ് നമുക്ക് കിട്ടി 1.447 into 10 raised to minus 3 coulomb. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ
ഉപയോഗിച്ചിട്ടുള്ള സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിങ് ദ സർഫസ് ഓഫ് സ്ഫിയർ? പുറത്തേക്ക്, വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിങ് ദ സർഫസ്, പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് അറിയത്തില്ല. സോ നമ്മളൊരു സൂത്രപ്പണി കാണിക്കുകയാണ്. ഇലക്ട്രിക് ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ചാർജ്ഡ് സ്ഫിയർ, പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് സെയിം ആസ് ദ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് പഠിച്ചിട്ടുണ്ട്? സ്ഫിയറിൻ്റെ പുറത്ത് മറ്റൊരു ഗോഷ്യൻ സർഫസ്, അതേ സ്ഫിയറിന് ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ തന്നെ വെച്ചുകൊണ്ട് ഇതിൻ്റെ റേഡിയസിനേക്കാൾ കൂടിയ റേഡിയസിൽ നമ്മളൊരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നു, ഒരു സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? നമ്മളിവിടെ നോട്ട് ചെയ്യണം. ഇലക്ട്രിക് ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ചാർജ് ദ സ്ഫിയർ ഈസ് ജസ്റ്റ് സെയിം പാസിംഗ് ത്രൂ എ സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് വിത്ത് റേഡിയസ് ആർ, സ്മോൾ ലെറ്റർ ആർ ഗ്രേറ്റർ ദാൻ സ്ഫിയറിൻ്റെ റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മളൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു, സ്ഫെറിക്കലാണ്. ഞാൻ വരച്ചിരിക്കുന്നതിൽ ചെറിയ എററുകൾ ഉണ്ടാവും. ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു, അതിൻ്റെ റേഡിയസ് ആറാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കിട്ടും. ദെൻ ഫൈ ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. സ്ഫെറിക്കൽ സർഫസിൻ്റെ, സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടോട്ടൽ ചാർജ് ക്യൂ ബൈ എപ്സിലോൺ 0. ക്യൂ ഈസ്, നമുക്കിവിടെ കിട്ടി. ക്യൂ എത്രയാണ്? 1.447 into 10 raised to -3 coulomb divided by epsilon 0 is a constant 8.852 into 10 raised to -12 കൊടുത്തു. So divide ചെയ്തപ്പോൾ we get the final answer. Phi electric flux leaving out from the sphere equal to 1.635 into 10 raised to 8 Newton meter square per coulomb. വളരെ എളുപ്പത്തിൽ കിട്ടി, വളരെ എളുപ്പം. രണ്ട് വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ, സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ 4πr², അത് വെച്ച് ചെയ്തു. ദെൻ അടുത്ത കാര്യത്തിലേക്ക് പോയപ്പോൾ ഏതാണ്? ഇലക്ട്രിക് ഫ്ലക്സ് ലീവിങ് ഔട്ട്, പുറത്തേക്ക് പോവുക. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പുറത്ത്, സ്ഫിയറിൻ്റെ പുറത്ത് ഒരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്തു. എങ്ങനെയുള്ള ഗോഷ്യൻ സർഫസ്? ഒരു സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്തു. ദെൻ ആ സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസിനെ ബേസ് ചെയ്ത്, ആ ഗോഷ്യൻ സർഫസിനെ ബേസ് ചെയ്ത് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിച്ചു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, എന്തിനോട് ഈക്വൽ ആയിരിക്കും? പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സിനോട് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. സോ വി ഗെറ്റ് ദ എ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ ആൻഡ് ബി ക്വസ്റ്റ്യൻ സൊല്യൂഷൻ. ബോത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ, രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ക്ലിയർ ചെയ്തു. എക്സസൈസ് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യം, വളരെ സിമ്പിൾ, നമുക്ക് വളരെ പുല്ല് പോലെ നമുക്ക് ചെയ്യാം. ആൻ ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് പ്രൊഡ്യൂസസ് എ ഫീൽഡ് ഓഫ് 9 into 10 raised to 4 Newton per coulomb at a distance of 2 centimeter. Calculate the linear charge density. So applying equation E equal to 2k lambda by r. ആ ഇക്വേഷനിൽ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലാംഡയെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. ലാംഡ ഈക്വൽ ടു ഇ ആർ ബൈ 2k. ഈ നമുക്ക് തന്നിട്ടുണ്ട് 9 into 10 raised to 4, r 2 centimeter 0.02 meter ഡിവൈഡഡ് ബൈ 2 into കെയുടെ വാല്യൂ നമുക്കറിയാം. k is a constant, 9 into 10 raised to 9. By solving 10ൻ്റെ പവറൊക്കെ ക്യാൻസൽ ചെയ്ത് we get the final answer 10 raised to -7 coulomb per meter. ലാംഡയാണ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. 10 raised to -7 coulomb per meter is the answer. ഒന്നാമത്തെ പാഠത്തിലെ അവസാനത്തെ എക്സസൈസിലേക്കാണ് നമ്മൾ പോകുന്നത്. 24ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2 large thin metal plates are parallel and close to each other. അപ്പോൾ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ parallel and close to each other. On their inner faces, the plate have surface charge densities of opposite signs and of magnitude 17 into 10 raised to -22 coulomb per meter square. What is electric field in the outer region of first plate, in the outer region of second plate and between the plates? നമുക്കറിയാം
രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് പാരലലായിട്ട് വെച്ചു, വളരെ ക്ലോസ് ആയിട്ട് വെച്ചു. ഇതിൻ്റെ ഔട്ടർ റീജിയനിൽ ചാർജുകളില്ല, ചാർജില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0. ചാർജ് ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, നമുക്കറിയാം. സെക്കൻഡ് പ്ലേറ്റ് എടുത്തു, അതിൻ്റെ ഔട്ടർ റീജിയനിൽ ചാർജില്ല, ഈക്വൽ ടു 0. ക്ലിയറായി. ദെൻ ഫസ്റ്റിൻ്റെ ചാർജ് ഓൺ ഇന്നർ ഫേസ് ഓഫ് ഫസ്റ്റ് പ്ലേറ്റ്. ഇന്നർ ഫേസ് ഈ ഭാഗത്ത് ഇല്ല, ഈ ഭാഗത്ത് ഇന്നർ ഫേസിൽ യെസ് അവിടെ ചാർജ് ഉണ്ട്. നമുക്കറിയാം ക്യൂ, ചാർജ് ക്യൂ ഈക്വൽ ടു ചാർജ് ഓൺ ഇന്നർ ഫേസ് ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ, അത് ഏരിയ, സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. അതേപോലെ ചാർജ് ഓൺ ഇന്നർ ഫേസ് ഓഫ് സെക്കൻഡ് ഫേസ്, ചാർജ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൈനസ് സിഗ്മ എ. മാഗ്നിറ്റ്യൂഡ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ചാർജാണ് അവിടെ വേരിയബിൾ, ചാർജ് സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ വേരിയബിൾ ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ E1 ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0, E2 ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സോ E ഈക്വൽ ടു E1 പ്ലസ് E2, കാരണം ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ E എന്ന് പറഞ്ഞാൽ E1 E2, E1 പ്ലസ് E2 ആണ് വേണ്ടത്. E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നായി മാറുന്നു. 2 ദാറ്റ്സ് ഈക്വൽ ടു 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. 2 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. സോ സിഗ്മ ബൈ എപ്സിലോൺ 0, സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട് 17 ഇൻറ്റു 10⁻⁻22 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്കറിയാം 8.85 ഇൻറ്റു 10⁻⁻12. സോ E ഈക്വൽ ടു 1.92 ഇൻറ്റു 10⁻⁻10 ന്യൂട്ടൺ പെർ കുളുംബ് എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. ദിസ് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്.